മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മാറ്റിവെച്ചിരിക്കുന്നു. 28-നാണ് ഇനി പരിഗണിക്കുക. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിടുന്ന പശ്ചാത്തലം കൂടിയാണുള്ളത്. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ ഇന്ന് ഒരു പക്ഷേ ജയിൽ മോചിതനാകുമോ എന്ന സംശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനിയും ജയിലിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണല്ലോ ഉള്ളത്. 28-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഹർജിയിന്മേൽ. അന്ന് വിധി പറയുമെന്ന് പ്രതീക്ഷിക്കാമോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിമാൻഡ് കാലാവധി നാളെ പൂർത്തിയാകാനിരിക്കെയാണ് ജാമ്യാപേക്ഷ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചത്. പക്ഷേ ഈ കേസിൽ വിധി പറയുന്നത് വരുന്ന 28-ാം തീയതി ബുധനാഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് അതുവരെ രാഹുൽ റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എടുത്തു പറയേണ്ടുന്ന കാര്യം, ആദ്യത്തെ അതിജീവിതയുടെ കേസിലും ആദ്യത്തെ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട കേസിലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതും 28-ാം തീയതി ബുധനാഴ്ചയാണ്. ഹൈക്കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതിൽ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ഈ പരാതിക്കാരി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ആ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചതിന് ശേഷമാകും 28-ാം തീയതി ഹൈക്കോടതി ആ കേസിൽ വിധി പറയുക. ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഈ 3 കേസുകൾക്കും സമാന സ്വഭാവമുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാദമുഖം ഉയർത്തിയിരുന്നു. പത്തനംതിട്ട സെഷൻസ് കോടതിയിലും അതേ വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അത് തന്നെയാണ് ഹൈക്കോടതിയിലും അവർ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചതിന് ശേഷം മാത്രം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും ഇതേ സമാനമായ കുറ്റകൃത്യം കണ്ടെത്തിയിട്ടുള്ള കേസിലും വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഹൈക്കോടതി ഈ കേസ് 28-ാം തീയതി പരിഗണിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാകും. എന്തായാലും രാഹുലിന് നാളെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി പുറത്ത് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിൽ. 28-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ, അതായത് കോടതി ഇത് വീണ്ടും വിധി പറയാനായി പരിഗണിക്കുന്നതുവരെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരേണ്ട സാഹചര്യമാണ് നിലവിൽ. യെസ്, എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചിതനാകാവുന്ന പശ്ചാത്തലം അല്ല ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ഒരു പക്ഷേ ജാമ്യ ഹർജിയിന്മേൽ ജാമ്യം അനുവദിക്കുകയായിരുന്നുവെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇനിയും ഡാൻ ഇതിലിപ്പോൾ മറ്റൊരു കാര്യം കൂടിയുള്ളത്, മറ്റ് 2 ഹർജികളുണ്ട്. അത് കോടതിയുടെ തന്നെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യമാണ്. അത് അടുത്ത ദിവസം പരിഗണിക്കാനും പോകുന്ന പശ്ചാത്തലമുണ്ട്. അതാകട്ടെ നിലവിൽ ആ 2 കേസുകളിലും അറസ്റ്റിലായുന്ന പശ്ചാത്തലമില്ല. അതുകൂടി ഇനിയിപ്പോൾ നിർണായകമാകുന്നൊരു സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ 3 കേസുകൾക്കും സമാന സ്വഭാവമുണ്ട് എന്ന കാര്യമായിരിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലും ഉന്നയിക്കാൻ പോകുന്നത്. അതേസമയം പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നടന്ന വിശദമായ വാദം കേൾക്കലിനിടെ ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതിനെ നഖശികാന്തം എതിർത്തുകൊണ്ട് കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ ഈ വാദമുഖങ്ങൾക്ക് പ്രതിരോധം തീർത്തത്. സമാനമായ തരത്തിൽ ഹൈക്കോടതിയിലും ഇതേ കാര്യം തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. അതായത് ഒരേ തരത്തിൽ ഈ ഗർഭചിത്രം നടത്തി എന്നതാണ്, അതിന് സമ്മർദ്ദം ചെലുത്തി എന്നത് വലിയൊരു വിഷയമാക്കി, വലിയൊരു കുറ്റകൃത്യമാക്കി, ഗൌരവമേറിയ കുറ്റകൃത്യമാക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഇരകളെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ടാകും, തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ശ്രമമുണ്ടാകും, അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു മനോഭാവമാണ് രാഹുലിന് എന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന നിലപാട് നേരത്തെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് ജഡ്ജ് നേരത്തെ അറിയിക്കുകയും ചെയ്തത്. അതിന് പ്രകാരമാണ് ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചത്. പക്ഷേ വിധി പറയാതെ 28-ലേക്ക് മാറ്റുകയായിരുന്നു. അത് കൃത്യമായി ഹൈക്കോടതി 28-ാം തീയതി ഈ കേസ് പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാകും. അതായത് ഈ കുറ്റകൃത്യങ്ങൾക്ക് സമാന സ്വഭാവമുണ്ട് എന്ന ഒരു ആക്ഷേപം ആദ്യഘട്ടം മുതൽ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെ ഹൈക്കോടതിയിലും അവർ നേരത്തെ ആവർത്തിച്ചതാണ്. അതുതന്നെയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ ആയിരിക്കണം ഈ കേസിന്റെ വിധി പറയുന്നത് 28-ലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും. അതിനുശേഷം മാത്രമേ പത്തനംതിട്ടയിലെ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുകയുള്ളൂ എന്നാണ് സൂചന. മൂന്നാം ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു. 28-നാണ് പരിഗണിക്കുക. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.